റെഡി ലൈറ്റിംഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി അടുത്തതായിട്ട് ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു ഐറ്റമാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ പിക്സൽ ട്യൂബ് വന്നതുപോലെ ഒരു ബൾബിന്റെ ഫോം ഫാക്ടറിൽ പിക്സൽ ബൾബ് പുതിയതായിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ പിക്സൽ ട്യൂബ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് ഈ പ്രൊഡക്റ്റിൽ വരുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഒരു പിക്സൽ ബൾബിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. കാഴ്ചയിൽ കാണുമ്പോൾ നമ്മൾ നോർമലി വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു സെയിം ബൾബിന്റെ ബോഡിയാണ് വരുന്നത്. എന്നാൽ പിൻവശത്തേക്ക് വരുമ്പോൾ നമുക്കിത് ഹോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള അറ്റാച്ച്മെന്റുകളൊന്നും കാണാൻ സാധിക്കുന്നതല്ല. നമുക്കിത് എവിടെയെങ്കിലും സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാനുള്ള 2 ഹോളുകൾ മാത്രമാണ് ഒരു വശത്ത് വരുന്നത്. പിന്നെ നമുക്കിതിലേക്ക് കണക്ഷൻ കൊടുക്കാനുള്ള വയറുകളാണ് വരുന്നത്. നമുക്ക് നോർമലി പിക്സൽ ട്യൂബിൽ നമുക്കൊരു AC to DC കൺവേർട്ടറും അതിന് വേണ്ട കൺട്രോളറും എല്ലാം ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ലൈനിലേക്ക് എടുത്ത് നമ്മൾ പിക്സൽ ട്യൂബ് കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ ഈ ഒരു ബൾബ് അത്തരത്തിലല്ല വരുന്നത്. ഇത് 12 വോൾട്ട് DC-യിലാണ് ഈ ഒരു ബൾബ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു ചുവപ്പും കറുപ്പും കളർ വയറുകളും നമുക്ക് ഇതിലേക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ നമ്മുടെ പവർ സപ്ലൈയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. പിന്നീട് നമുക്കൊരു പച്ച വയറും ഒരു മഞ്ഞ വയറും കാണാൻ സാധിക്കും. ഈ പച്ച വയർ എന്ന് പറയുന്നത് നമ്മുടെ ബൾബിലേക്ക് ഡേറ്റ ഇന്ന് കൊടുക്കുന്ന ഡേറ്റ കേബിൾ ആണ്. അതിനർത്ഥം നമുക്കിതൊരു കൺട്രോളർ, നമ്മൾ നോർമലി പിക്സൽ ലൈറ്റുകളുടെ ഒക്കെ കൂടെ യൂസ് ചെയ്യുന്ന പിക്സൽ LED കൺട്രോളറുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ബൾബ് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നത്. ഈ പച്ച വയർ അല്ലാതെ ഒരു മഞ്ഞ വയറും വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഡേറ്റ ഔട്ട് ആണ്. പൊതുവെ നമ്മൾ പിക്സൽ ലൈറ്റുകൾ കണക്ട് ചെയ്യുമ്പോൾ അത് സീരിയൽ ആയിട്ടാണ്, അതായത് ഒരു സീക്വൻസ് പോലെയാണ് നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ അടുത്ത ബൾബിന്റെ ഇൻപുട്ട് അടുത്ത ബൾബിന്റെ പച്ച വയറിലേക്ക് കൊടുക്കാനുള്ള ഡേറ്റ ഔട്ട് ആണ് ഈ കാണുന്ന മഞ്ഞ വയർ എന്ന് പറയുന്നത്. പിക്സൽ LED സ്ട്രിപ്പുകൾ അല്ലെങ്കിൽ പിക്സൽ ലൈറ്റുകൾ കൺട്രോൾ ചെയ്യാനാണെങ്കിൽ ഇത് ഇത്തരത്തിൽ ലൂപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓരോ സീക്വൻസുകളിലും ഓരോ എഫക്റ്റുകളിലും തെളിയിക്കാൻ സാധിക്കുന്നതാണ്. ഇനി എല്ലാം ഒരേ കളറിൽ കത്താനാണെങ്കിൽ എല്ലാ ബൾബുകളുടെയും പച്ച വയർ ഒരുമിച്ച് നമ്മുടെ കൺട്രോളറിന്റെ ഡേറ്റയിലേക്ക് കണക്ട് ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് ഏകദേശം 9 ബൾബുകൾ നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. പോസിറ്റീവ് നെഗറ്റീവും എല്ലാ ബൾബുകളിലും നമ്മൾ കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ആദ്യത്തെ ബൾബിന്റെ പച്ച വയർ അല്ലെങ്കിൽ ഡേറ്റ ഇന്നിലേക്ക് നമ്മളൊരു SP621E കൺട്രോളർ കണക്ട് ചെയ്തിട്ടുണ്ട്. 621Eയിൽ നമ്മൾ പവർ കൊടുത്തിട്ടുണ്ട്. ശേഷം ആ ബൾബിന്റെ മഞ്ഞ വയറിൽ നിന്ന് അടുത്ത ബൾബിന്റെ പച്ച വയറിലേക്ക് കണക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ ബൾബ് വരെ അങ്ങനെ അത്തരത്തിലൊരു സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. നാടയിൽ യൂസ് ചെയ്യുന്ന ബെൽറ്റിൽ ഈ ബൾബ് അടിക്കുകയാണെങ്കിൽ നമുക്ക് വർക്കുകൾക്കൊക്കെ സിമ്പിൾ ആയിട്ട് കൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസിംഗ് മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഇത്തരത്തിലുള്ള പിക്സൽ ബൾബുകളും ബാക്കി എല്ലാ ടൈപ്പ് പിക്സൽ ലൈറ്റുകളും പിക്സൽ ട്യൂബും ഒക്കെ അവൈലബിൾ ആണ്. ഇതിന് വേണ്ട കൺട്രോളേഴ്സും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട്. പ്രൈസിങ്ങും അവൈലബിലിറ്റിയും വരെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഷോപ്പുകളുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്ത് നോർത്ത് പറവൂരിലും ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തോട്ടാണ്. വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കൊറിയറായിട്ട് സെൻഡ് ചെയ്ത് തരാൻ പറ്റുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.